വർഷം 1184. സലാഹുദ്ദീൻ, അക്ഷീണനായ ആ യോദ്ധാവ്, ക്ഷമാശീലനായ കൗശലക്കാരനായ ആ രാഷ്ട്രീയക്കാരൻ, അദ്ദേഹം വീണ്ടും പടയോട്ടം ആരംഭിച്ചു. ഇത്തവണ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പയിനുകൾ ഫലപ്രാപ്തിയിൽ എത്തുകയാണ്. ആദ്യമായി മുസ്ലിം ലോകം ഒന്നാകെ അദ്ദേഹത്തിന് പിന്നിൽ അണിനിരക്കാൻ തുടങ്ങിയിരിക്കുന്നു. അലപ്പോയിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന്, യൂഫ്രട്ടീസിന് അക്കരെ നിന്ന്, വിദൂരമായ ദിക്കുകളിൽ നിന്നെല്ലാം അദ്ദേഹത്തിൻ്റെ ആഹ്വാനത്തിന് അമീർമാർ ഉത്തരം നൽകുന്ന സ്ഥിതിവിശേഷം. സലാഹുദ്ദീൻ്റെ സൈന്യം ഇന്ന് മുസ്ലിം കിഴക്കിൻ്റെ ഒരു സഖ്യമാണ്. അദ്ദേഹം തിടുക്കം കൂട്ടിയില്ല. ഫ്രാങ്കിഷ് ദേശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വേനൽക്കാലം വരെ കാത്തിരുന്നു. 1184 ഓഗസ്റ്റ് ആയപ്പോഴേക്കും ലക്ഷ്യം വ്യക്തമായി. കെരാഖ്, വർഷങ്ങളായി അദ്ദേഹത്തിന് വെല്ലുവിളി ഉയർത്തിയിരുന്ന ആ കോട്ട. അദ്ദേഹത്തിൻ്റെ സൈന്യം ആ വലിയ കോട്ടയ്ക്ക് മുന്നിൽ നിന്നു. 9 ശക്തമായ കാറ്റപ്പൽറ്റുകൾ തീ തുപ്പി. ആ തീമഴയിൽ ഗോപുരങ്ങളും കവാടങ്ങളും വിറച്ചു. ഈ വാർത്ത അറിഞ്ഞ് ജെറൂസലേമിൽ നിന്നൊരു സൈന്യം വന്നു. കുഷ്ഠരോഗിയായ ബാൾഡ്വിൻ നാലാമൻ സവാരി ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു. രോഗത്താൽ വലഞ്ഞ അദ്ദേഹത്തെ ഒരു കിടക്കയിൽ ചുമന്നുകൊണ്ടാണ് സൈന്യത്തോടൊപ്പം കൊണ്ടുപോയിരുന്നത്. ജെറൂസലേം സൈന്യത്തിന്റെ വരവിൽ സലാഹുദ്ദീൻ ഉപരോധം പിൻവലിച്ച് വടക്കോട്ട് പിൻവാങ്ങി. സൈന്യം തങ്ങളെ പിന്തുടർന്നു വരുമോ എന്ന് കാത്തിരുന്നു. അവരോട് ഏറ്റുമുട്ടാനാണ് അവർ കാത്തിരുന്നത്. പക്ഷേ ഫ്രാങ്കുകൾ വന്നില്ല. അവർ പ്രതിരോധത്തിനപ്പുറം ആക്രമണത്തിന് ഇറങ്ങാൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നില്ല. തുടർന്ന് സലാഹുദ്ദീൻ വേട്ടക്കാരനായി മാറി. വെല്ലുവിളികൾ ഏതുമില്ലാതെ അദ്ദേഹം നെബുലസ്, ജനീൻ, സെബാസ്റ്റിയ എന്നിങ്ങനെയുള്ള ലാറ്റിൻ പ്രദേശങ്ങൾ ആക്രമിച്ചു. ആ വിജയങ്ങൾക്ക് ശേഷം സെപ്റ്റംബറിൽ ഡമാസ്കസിലേക്ക് മടങ്ങി. കുരിശുയുദ്ധ സാമ്രാജ്യത്തിൽ ഈ സമയം വലിയൊരു സംഭവം അരങ്ങേറുകയായിരുന്നു. ബാൾഡ്വിൻ നാലാമൻ മരണം വരിക്കുകയായിരുന്നു. കുഷ്ഠരോഗം മൂർജിച്ച നിലയിൽ അദ്ദേഹം അന്ധനും വികലാംഗനും വിരൂപനുമായി കഴിഞ്ഞിരുന്നു. 1185 മെയ് 16 ബാൾഡ്വിൻ നാലാമൻ അന്ത്യശ്വാസം വലിച്ചു. അദ്ദേഹത്തിന് വെറും 23 വയസ്സ് മാത്രമായിരുന്നു അന്ന്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ക്രൈസ്തവ ലോകത്തിൻ്റെ കേന്ദ്രമായ കാൽവരിയുടെ ചുവട്ടിലുള്ള പള്ളിയിൽ സംസ്കരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭരണം ഹ്രസ്വമായിരുന്നു. ശരീരം രോഗത്താൽ തളർന്നിരുന്നു. പക്ഷെ ബാൾഡ്വിൻ താൻ ജീവിച്ചിരുന്ന കാലത്തോളം സലാഹുദ്ദീനെ തടഞ്ഞു നിർത്തുന്നതിൽ വിജയിച്ചു. ബാൾഡ്വിൻ്റെ ഇളയ അനന്തരവൻ സിംഹാസനത്തിൽ അവരോധിക്കപ്പെട്ടു. ഒരു ബാലനായ രാജാവ്, ട്രിപ്പോളിയിലെ റെയ്മണ്ട്, വീണ്ടും റീജന്റായി ഭരിച്ചു. അദ്ദേഹത്തിൻ്റെ ആദ്യ നീക്കം സലാഹുദ്ദീന് സന്ദേശം അയക്കുക എന്നതായിരുന്നു. ഒരു സന്ധിക്ക് വേണ്ടിയുള്ള, യുദ്ധവിരാമത്തിന് വേണ്ടിയുള്ള അപേക്ഷ. അതിശയകരമെന്ന് പറയട്ടെ, സലാഹുദ്ദീൻ സമ്മതിച്ചു. കാരണം അദ്ദേഹത്തിന് മറ്റൊരു ലക്ഷ്യമുണ്ടായിരുന്നു. യൂഫ്രട്ടീസിനപ്പുറം മൊസൂൾ വീണ്ടും പ്രക്ഷോഭത്തിലായിരുന്നു. എപ്പോഴും തന്ത്രശാലിയായിരുന്ന ഇസുദ്ദീൻ അസർബൈജാനിലെയും അക്ലത്തിലെയും ശക്തികളുമായി സഖ്യത്തിലേർപ്പെട്ടു. മൊസൂളിനെ ഒടുവിൽ കീഴ്പ്പെടുത്തണമെന്ന വാശിയിൽ സലാഹുദ്ദീൻ വീണ്ടും യൂഫ്രട്ടീസ് നദി മുറിച്ചു കടന്നു. പക്ഷെ മൊസൂൾ അതിൻ്റെ സഖ്യകക്ഷികളുടെ സഹായത്താൽ പിടിച്ചു നിന്നു. ഈ നീണ്ട ഉഗ്രമായ പോരാട്ടങ്ങൾക്കിടയിൽ നാം ചില വിള്ളലുകൾ കാണുന്നു. സലാഹുദ്ദീൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഉപദേഷ്ടാവായ ഖാദി അൽ ഫാദിൽ, അദ്ദേഹം ഖിന്നനായി. അദ്ദേഹം തൻ്റെ സുൽത്താന് മുന്നറിയിപ്പ് നൽകി. നൈൽ നദി യൂഫ്രട്ടീസിനേക്കാൾ വലുതാണ് എന്നോർക്കുക. ഈജിപ്ത് പോലെ ഒരു പ്രദേശം കയ്യിലുള്ളപ്പോൾ വടക്കൻ പ്രദേശങ്ങളിൽ ഇങ്ങനെ അനന്തമായ കലഹങ്ങളിൽ സലാഹുദ്ദീൻ സമയം കളയുന്നത് എന്തിനാണ്? അദ്ദേഹത്തിന് മനസ്സിലായില്ല. അദ്ദേഹം ദൈവമാർഗത്തിലെ സമരം ഉപേക്ഷിച്ച് സാമ്രാജ്യമോഹങ്ങളിൽ മാത്രമായി കുടുങ്ങിപ്പോവുകയാണോ? സുന്നി പുനരുജ്ജീവനത്തിന് ചുക്കാൻ പിടിച്ച, സലാഹുദ്ദീൻ്റെ വളർച്ചയ്ക്ക് പ്രചോദകമായി തീർന്ന ആശയവലികൾ ഉയർത്തിപ്പിടിച്ച അദ്ദേഹത്തിന് ചുറ്റുമുള്ള ഉലമാക്കൾക്ക് ഇങ്ങനെയൊരു ആശങ്ക ഉണ്ടായിരുന്നു. സലാഹുദ്ദീൻ തൻ്റെ പോരാട്ടം ഫ്രാങ്കുകൾക്ക് എതിരിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് പകരം മുസ്ലിങ്ങൾക്ക് എതിരിലാക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരം പ്രശ്നങ്ങളാണ് ഖാദി അൽ ഫാദിലും സലാഹുദ്ദീനും തമ്മിലെ വിള്ളലുകൾ ആഴത്തിലാക്കുന്നത്. സലാഹുദ്ദീൻ്റെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ ഏതൊരു വാളിനേക്കാളും ഉറപ്പോടെ പങ്കുവഹിച്ച തൂലികയാണ് ഖാദി അൽ ഫാദിലിൻ്റേത് എന്ന് നാം മുമ്പ് പറഞ്ഞിരുന്നു. അദ്ദേഹമാണ് ഇപ്പോൾ രാജിയെക്കുറിച്ച് സംസാരിക്കുന്നത്. 15 വർഷത്തെ വിശ്വസ്തതയ്ക്ക് ശേഷം അദ്ദേഹത്തെ അസ്വസ്ഥമാക്കിയത് എന്താണ്?
സലാഹുദ്ദീന്റെ ഉദ്ദേശങ്ങളെ സംബന്ധിച്ച തെറ്റിദ്ധാരണകൾ. ചുറ്റപ്പെട്ട് കഴിഞ്ഞ ലാറ്റിൻ രാജ്യത്തിനെതിരെ പോരാടി ഖുദ്സിനെ വിമോചിപ്പിക്കുന്നതിന് പകരം എന്താണ് സലാഹുദ്ദീൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ് അദ്ദേഹം യൂഫ്രട്ടീസിനപ്പുറത്തേക്ക് പോയി യുദ്ധം വ്യാപിപ്പിക്കുന്നത്? ഖുദ്സ് വിമോചന പോരാട്ടത്തിന് മൊസൂളിൻ്റെ സൈന്യം ആവശ്യമാണെന്ന് ഖലീഫയ്ക്കുള്ള അക്കാലത്തെ കത്തുകളിൽ സലാഹുദ്ദീൻ പറയുന്നുണ്ട്. പക്ഷേ കുറച്ചു പേർ മാത്രമാണ് അദ്ദേഹത്തെ വിശ്വസിച്ചത്. ഇത് യഥാർത്ഥത്തിൽ അങ്ങനെയാണോ, അതോ സാമ്രാജ്യമോഹമാണോ ഈ കലഹങ്ങൾക്കെല്ലാം കാരണം? മൊസൂളിനപ്പുറം ജോർജിയ, കോൺസ്റ്റാന്റിനോപ്പിൾ, അനറ്റോളിയ, ബാഗ്ദാദ്, അങ്ങനെ എത്രയോ പ്രദേശങ്ങൾ. സിറിയയിൽ നിന്നും ഈജിപ്തിൽ നിന്നും വളരെ അകലെയുള്ള ഈ കുർദിഷ് പ്രദേശങ്ങളിൽ പലതും സലാഹുദ്ദീൻ എന്ന കുർദ് വംശജന് സ്വന്തം നാടെന്ന താല്പര്യം തോന്നിയിരിക്കാം. ആ വഴിയിൽ മുന്നോട്ട് പോകാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ശബ്ദങ്ങൾ ഈസ അൽ ഹക്കാരി, അൽ മഷ്തഖ്, ഇവരും കുർദുകളായിരുന്നു. യഥാർത്ഥത്തിൽ എന്തായിരുന്നു സലാഹുദ്ദീൻ്റെ മനസ്സിൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. എന്നാൽ ഒരു കാര്യം പറയാം, അദ്ദേഹത്തിൻ്റെ അഭിലാഷങ്ങൾ വലുതാവുകയായിരുന്നു. ഒരു സംഭവം പക്ഷേ എല്ലാം മാറ്റിമറിച്ചു. 1185 ഡിസംബർ. ലോകത്തെ പിടിച്ചു കുലുക്കിയ, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു സാമ്രാജ്യം പടുത്തുയർത്തിയ ആ മനുഷ്യൻ പെട്ടെന്ന് രോഗബാധിതനായി. സലാഹുദ്ദീൻ മരണത്തെ മുഖാമുഖം കണ്ടു. ഹാരാനിൽ വെച്ചാണ് ഒരു പനി അദ്ദേഹത്തെ ബാധിച്ചു. അത് അതികഠിനമായി. മൊസൂളിൻ്റെ മേലുള്ള ഉപരോധം ഉപേക്ഷിക്കാൻ അദ്ദേഹം നിർബന്ധിതനായി. ആദ്യം അദ്ദേഹത്തിൻ്റെ അടുത്ത ഉപദേഷ്ടാവായ ഖാദി അൽ ഫാദിൽ പോലും അത് ഗൗരവമുള്ളതല്ലെന്ന് വിചാരിച്ച് തള്ളിക്കളഞ്ഞു. എന്നാൽ പിന്നീട് ആ സത്യം ഏവർക്കും മനസ്സിലായി. സലാഹുദ്ദീൻ്റെ ജീവിതം ഒരു നൂലിൽ തൂങ്ങിയാടുകയാണ്. നാടെങ്ങും വാർത്ത പരന്നു. ഡമാസ്കസിൽ, കെയ്റോയിൽ, മൊസൂളിൽ ഭയം കാട്ടുതീ പോലെ പടർന്നു. സലാഹുദ്ദീൻ്റെ മരണം എന്താണ് കൊണ്ടുവരിക? വീണ്ടും ഭിന്നതകൾ, അനൈക്യം, ശിഥിലീകരണം. അദ്ദേഹത്തിൻ്റെ സ്ഥാനം ആരായിരിക്കും ഇനി ഏറ്റെടുക്കുക? 15 വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ അഫ്ദലിന് നിയന്ത്രണം ഏറ്റെടുക്കാൻ കഴിയുമോ? സീനിയറായ ജനറൽമാരും അമീറുമാരും സമ്പത്തും അധികാരവും അത്ര എളുപ്പം വിട്ടുകൊടുക്കുമോ? നൂറുദ്ദീൻ്റെ മകനായ സാലിഹിൻ്റെ ചിത്രമാണ് എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തിയത്. ചരിത്രം ആവർത്തിക്കാൻ പോവുകയാണ്. രോഗം മൂർച്ഛിച്ച് സലാഹുദ്ദീൻ ഇടയ്ക്ക് അബോധാവസ്ഥയിലേക്ക് പോയി. 1186 ജനുവരിയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരണപ്പെട്ടു. ആ വാർത്ത അദ്ദേഹത്തെ അറിയിച്ചില്ല. അത് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ തകർക്കുമെന്ന് വൈദ്യന്മാർ ഭയപ്പെട്ടു. ഫെബ്രുവരി ആയപ്പോഴും പരസഹായം കൂടാതെ ഇരിക്കാൻ പോലും കഴിയാത്ത വിധം സലാഹുദ്ദീൻ ദുർബലനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അവസാനം അടുത്തു എന്ന് തന്നെ തോന്നി. എന്നാൽ സാവധാനം സലാഹുദ്ദീൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. സലാഹുദ്ദീൻ്റെ ഏറ്റവും അടുത്ത പണ്ഡിതരായ കൂട്ടാളികൾക്ക് ഈ രോഗവും അസാധാരണമായ തിരിച്ചുവരവും ദൈവികമായ ഒരു മുന്നറിയിപ്പായിരുന്നു. അതൊരു അടയാളമായിരുന്നു. ഇമാമുദ്ദീൻ ഇഷ്ഫഹാനി അദ്ദേഹത്തിന് എഴുതി, ഈ രോഗം പാപങ്ങൾ കഴുകിക്കളയാനുള്ളതാണ്. മറവിയുടെ ഉറക്കത്തിൽ നിന്ന് ഉണർത്താൻ ദൈവം അയച്ചതാണ്. ഖാദി അൽ ഫാദിൽ സുഖം പ്രാപിച്ചു വരുന്ന സലാഹുദ്ദീനെ നേരിട്ട് തന്നെ കണ്ടു. ദൈവം അദ്ദേഹത്തിന് ആയുസ് നൽകിയതൊരു ഉദ്ദേശത്തിനാണെന്ന് അദ്ദേഹം സുൽത്താനെ ഓർമ്മിപ്പിച്ചു. ഒരു പ്രതിജ്ഞ എടുക്കാൻ അദ്ദേഹത്തെ നിർബന്ധിച്ചു. സഹമുസ്ലിങ്ങൾക്കെതിരെ അല്ല, ഇനി മുതൽ മുഴുവൻ ശക്തിയും ഖുദ്സിൻ്റെ വിമോചനത്തിനാണ് ചെലവഴിക്കേണ്ടത്. ആ നിശബ്ദമായ മുറിയിൽ വെച്ച് ആ നിമിഷം സലാഹുദ്ദീൻ കൈനീട്ടി. ഖാദി അൽ ഫാദിലിൻ്റെ കൈപിടിച്ച് അദ്ദേഹം പ്രതിജ്ഞ പുതുക്കി. ഫ്രാങ്കുകൾക്കെതിരെ യുദ്ധം ചെയ്യാൻ മാത്രമല്ല, ചാറ്റലോണിലെ റെയ്നാൾഡിൻ്റെ അന്ത്യം കുറിക്കാനുള്ള, ഖുദ്സിൻ്റെ വിമോചനത്തിനുള്ള പ്രതിജ്ഞ. വർഷങ്ങളായി എന്ത് ലക്ഷ്യത്തിനാണോ മദ്രസകളും പണ്ഡിതന്മാരും സൈനികരും അടങ്ങുന്ന നവോത്ഥാന പ്രക്രിയ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, അത് പൂർത്തിയാക്കാനുള്ള ദൃഢപ്രതിജ്ഞ. രംഗമൊരുങ്ങി. കൊടുങ്കാറ്റാണ് ഇനി വരുന്നത്. പണ്ഡിതനും യോദ്ധാവും വീണ്ടും ഒന്നിച്ചു ചേർന്നിരിക്കുന്നു. 1186 മാർച്ചോടെ സഖ്യകക്ഷിയായ പഹ്ലാവൻ്റെ മരണത്തോടെ മൊസൂൾ ദുർബലമായി. ഒടുവിൽ മൊസൂളും സലാഹുദ്ദീൻ്റെ കീഴിൽ വന്നു. അപ്പുറത്ത് ലാറ്റിൻ ജെറൂസലേമിൽ
കുഴപ്പങ്ങൾ ഉടലെടുക്കുകയായിരുന്നു. ജെറൂസലേമിലെ ഭരണാധികാരി ബാൾഡിൻ അഞ്ചാമൻ പെട്ടെന്ന് തന്നെ മരണമടഞ്ഞു. പിന്തുടർച്ചാവകാശം തർക്കത്തിലേക്ക് വീണു. ബാൾഡിൻ നാലാമൻ്റെ സഹോദരി സിബില്ല തൻ്റെ അവകാശവാദം ഉന്നയിച്ചു. അവൾ തൻ്റെ ഭർത്താവായ ഗൈ ഓഫ് ലൂസിഗനെ രാജാവായി കിരീടധാരണം ചെയ്യിച്ചു. എന്നാൽ പലരും അദ്ദേഹത്തെ അംഗീകരിക്കാൻ തയ്യാറായില്ല. ട്രിപ്പോളിയിലെ റെയ്മണ്ട് ഈ സമയം രഹസ്യമായി ഒരു കരാറിനായി സലാഹുദ്ദീൻ്റെ അടുത്തിലേക്ക് എത്തി. എന്തുകൊണ്ട്? കാരണം അയാൾ മുസ്ലിങ്ങളെ ഭയപ്പെടുന്നതിനേക്കാൾ ഗൈയിനെയാണ് ഭയപ്പെട്ടിരുന്നത്. ജെറൂസലേം രാജ്യം ഉള്ളിൽ നിന്ന് അധികാര വടംവലികളിൽ കുടുങ്ങിയിരിക്കുകയായിരുന്നു എന്ന് സാരം. ഇതിനിടെയാണ് ഏറ്റവും അപകടകാരിയായ ആ മനുഷ്യൻ ചാറ്റലോണിലെ റെയ്നാൾഡ് അത് ചെയ്തത്. 1186 ശൈത്യകാലത്ത് കെയ്റോവിൽ നിന്ന് ഡമാസ്കസിലേക്ക് യാത്ര ചെയ്തിരുന്ന ഒരു യാത്രാസംഘത്തെ റെയ്നാൾഡ് ആക്രമിച്ചു. വ്യാപാരികൾ, തീർത്ഥാടകർ എല്ലാവരെയും അയാൾ തടവിലാക്കുകയോ വധിക്കുകയോ ചെയ്തു. സ്വത്ത് മോഷ്ടിച്ചു. സലാഹുദ്ദീന് ഇത് അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല. അദ്ദേഹം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടു. പുതിയ പ്രഖ്യാപിത രാജാവ് ലൂസിഗനിലെ ഗൈ റെയ്നാൾഡിനോട് മോഷ്ടിച്ച വസ്തുക്കൾ തിരിച്ചു നൽകാൻ അപേക്ഷിക്കുകയാണ്. എന്നാൽ റെയ്നാൾഡ് അയാളെ പരിഹസിക്കുകയാണ് ചെയ്തത്. നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ രാജാവായിരിക്കുന്നത് പോലെ എൻ്റെ നാട്ടിൽ ഞാനാണ് രാജാവ്. സലാഹുദ്ദീനുമായി എനിക്കൊരു സന്ധിയുമില്ല, ഒരു ഇടപാടുമില്ല. ഈ തുറന്ന ധിക്കാരപരമായ നടപടിയോടെ കുരിശ് യുദ്ധക്കാരും മുസ്ലിങ്ങളും തമ്മിലുള്ള ദുർബലമായ ഉടമ്പടികൾ അമ്പേ തകർന്നു. പുതിയ പ്രതിജ്ഞകൾ കൊണ്ട് നവീകരിക്കപ്പെട്ട സലാഹുദ്ദീൻ ഇസ്ലാമിക ലോകത്ത് നിന്ന് വന്നു ചേർന്ന സൈന്യങ്ങളുമായി ഒത്തുകൂടി. അത്ര വലിയൊരു സൈന്യം അന്ന് ജീവിച്ച ആരുടെയും ഓർമ്മകളിൽ പോലും ഉണ്ടായിരുന്നില്ല. ചരിത്രത്തിൻ്റെ ഗതി മാറ്റിയ വലിയൊരു യുദ്ധത്തിൻ്റെ കാഹളമായിരുന്നു അത്. സലാഹുദ്ദീനെ സംബന്ധിച്ചിടത്തോളം അതായിരുന്നു അവസരം. കാരണം കാര്യങ്ങൾ മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ചല്ല നടക്കുന്നത്. ഈ ഭൗതിക ജീവിതത്തിൽ ഇനി എത്രത്തോളം ബാക്കിയുണ്ടെന്നും നമുക്കറിയില്ല. ഒരുപക്ഷെ ഇത് തന്നെയാണ് അവസരം, ഖുദ്സ് വിമോചനത്തിൻ്റെ ആ അവസരം.